1,40,000 മലക്കുകൾ ഒരു ദിവസം നമുക്ക് വേണ്ടി ശുപാർശ പറഞ്ഞാൽ, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് എന്തുമാത്രം വലിയ ഒരു ഖൈറായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, മാമിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഊദ്വതൻ, ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ സഹോദരനെ പ്രഭാതത്തിൽ രോഗസന്ദർശനം നടത്തുന്നു. അപ്പോൾ ഇല്ലാ സ്വല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. വഇൻ ആദഹു അശിയ്യതൻ, ഇനി വൈകുന്നേരമാണ് സന്ദർശിക്കുന്നതെങ്കിൽ അഥവാ രോഗസന്ദർശനം നടത്തുന്നതെങ്കിൽ ഇല്ലാ സ്വല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹ്, പ്രഭാതം വരെ നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, ആ വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു പൂന്തോപ്പുണ്ടാകും, അല്ലെങ്കിൽ വലിയ ഒരു തോട്ടമുണ്ടാകും. ഖരീഫ് എന്ന് പറഞ്ഞാൽ തോട്ടമാണ്, കായ്കനികൾ പറിച്ചെടുക്കാവുന്ന പാകത്തിലുള്ള തോട്ടത്തിനാണ് ഖരീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബുസ്താൻ, അതല്ലെങ്കിൽ ഒരു തോട്ടം ആ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, രാവിലെ രോഗസന്ദർശനം നടത്തിയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകളാണ് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരം കൂടി സന്ദർശിച്ചാലോ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ രാവിലെ വരെയും ആ ദുആ ലഭിക്കുന്നതാണ്. അപ്പോൾ വൈകുന്നേരം വരെയുള്ള 70,000 മലക്കുകൾ, പിന്നെ വൈകുന്നേരം മുതൽ രാവിലെ വരെയുള്ള 70,000 മലക്കുകൾ. കാരണം നമുക്കറിയാം, പലപ്പോഴും രോഗസന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ പലപ്പോഴും ഒരു ദിവസം തന്നെ നമുക്ക് പലതവണ സന്ദർശിക്കേണ്ടി വരും. രാവിലെയും വൈകുന്നേരവും ഒക്കെ സന്ദർശിക്കേണ്ടുന്ന രൂപത്തിലുള്ള രോഗികൾ നമുക്കുണ്ടാകാം, ഏറ്റവും അടുത്ത ആളുകളൊക്കെ ആണെങ്കിൽ. ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ദിവസം തന്നെ നമുക്ക് ഇത്രയും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് മുസ്ലിമീങ്ങളായ ഡോക്ടർമാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അവർ രാവിലെയും വൈകുന്നേരവും ഓരോ രോഗികളെയും സന്ദർശിക്കുന്നു, ഓരോ റൂമിലും കയറിയിട്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു. അതേപോലെ തന്നെ ചികിത്സയുടെ അതിന്റെ ഒരു ഫോളോ അപ്പ് ഒക്കെ അവർ നടത്താറുണ്ട്. ആ സന്ദർഭത്തിൽ ഈ ഒരു നിയ്യത്ത് അവർക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്കും അതിൻ്റെതായ പ്രതിഫലം ലഭിക്കുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രോഗികൾക്കോ ആ രോഗികളുള്ള വീട്ടുകാർക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ അതല്ലാതെ നമുക്ക് നിർബന്ധമായും ചിലപ്പോൾ അങ്ങനെ പോവേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള രോഗികളുണ്ടാകും, പലതവണ ഒരു ദിവസം തന്നെ സന്ദർശിക്കേണ്ടുന്ന ആളുകൾ. അപ്പോഴൊക്കെ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസം തന്നെ 1,40,000 മലക്കുകളുടെ പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള ശുപാർശ നമുക്ക് ലഭിക്കുമെന്നാണ്.